നമ്മളെല്ലാവരും തന്നെ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് ഒട്ടേറെ കേട്ടിട്ടുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും അതിന്റെ ന്യൂറോ സയൻസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല. ഈ ടൈം മാനേജ്മെന്റിന് ഒരു ന്യൂറോ സയൻസ് ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു പ്രേക്ഷകനിലൂടെയാണ്. ഞങ്ങളുടെ ഒരു പ്രേക്ഷകൻ യൂട്യൂബിൽ ഒരു കമന്റ് ഇട്ടു. ആ കമന്റ് ടൈം മാനേജ്മെന്റിന്റെ ന്യൂറോ സയൻസ് ഒന്ന് പറഞ്ഞു തരാമോ എന്നായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അതിന്റെ റിസർച്ച് തുടങ്ങിയത്. ആ സമയത്താണ് അതിന്റെ ഗൗരവം ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. താങ്ക് യു ബ്രദർ ഫോർ യുവർ കമന്റ്. ഇന്നത്തെ നമ്മുടെ വിഷയം അതിൽ നിന്നാണ് ഉണ്ടായത്. എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. നിങ്ങൾ ഈ സെഷൻ പൂർണ്ണമായും മനസ്സിലാക്കുമ്പോഴേക്കും എവിടെയാണ് നമുക്ക് ടൈം മാനേജ്മെന്റ് കാര്യത്തിൽ തെറ്റുപറ്റുന്നത്, എന്തുകൊണ്ടാണ് ആ തെറ്റുപറ്റുന്നത്, അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കി ഒരു സൂപ്പർ പ്രൊഡക്റ്റീവായി നമുക്ക് മാറാൻ പറ്റും. പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് റീസെന്റ് ആയിട്ട് നടന്ന ഒരു സ്റ്റഡിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കണം. വളരെ ഗൗരവമായ ഒരു വിഷയമാണിത്. എന്താ കാണിക്കുന്നത്? ഒന്നാമത്തെ സ്ലൈഡ് ശ്രദ്ധിക്കും. അതിൽ പറയാൻ നോക്കൂ, 70% കോളേജ് സ്റ്റുഡൻസ് ഇന്ന് പുവർ ടൈം മാനേജ്മെന്റ് കൊണ്ട് അവരുടെ സ്ട്രെസ് കൂടി അവർക്കുണ്ടായ പ്രശ്നങ്ങൾ നോക്കൂ. ഒന്ന്, അവരുടെ സ്ട്രെസ് കൂടുന്ന ഞാൻ പറഞ്ഞു, അവരുടെ അറ്റൻഷൻ കുറയുന്നു, അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു, അതായത് അവരുടെ ഗ്രേഡ് കുറയുന്നു. എന്താണ് ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അവരുടെ പ്രൊഡക്ടിവിറ്റി പറഞ്ഞാൽ അവരുടെ ഗ്രേഡ് മാർക്കുമാണ്, അത് നന്നേ കുറയുന്നു. അങ്ങനെ നന്നേ കുറയുന്നുണ്ടായ മറ്റു ദുരന്തം എന്താ? അവർ പരിപാടി നിർത്തും, പഠിത്തം നിർത്തും, ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഡ്രോപ്പ് ഔട്ട്സ്, ഒട്ടേറെ കുട്ടികൾ ഡ്രോപ്പ് ഔട്ടായി കാണുന്നു. പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. നോക്കണം, 70% ഓഫ് കോളേജ് സ്റ്റുഡൻസിനാണ് ഈ പ്രശ്നം. ഇനി നമ്മൾ അടുത്ത സ്ലൈഡ് ശ്രദ്ധിക്കും. അടുത്ത സ്റ്റാറ്റിസ്റ്റിക്സ് അത് എംപ്ലോയീസിന്റെ കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് എംപ്ലോയീസ്. ആ എംപ്ലോയീസിന്റെ കണക്കെടുത്ത് നോക്കിയാൽ 25%, അതൊരു ചെറിയ സംഖ്യയല്ല, 25% എംപ്ലോയീസും സ്ട്രെസ്സിലാണ്. എന്തുകൊണ്ടാ? പുവർ ടൈം മാനേജ്മെന്റ് ആണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം? അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരും ഇതേപോലെ ഓഫീസിൽ കാര്യമായി പ്രവർത്തിക്കാൻ പറ്റില്ല ഈ സ്ട്രെസ് കൊണ്ട്. ഇനി പലരും ലീവ് എടുക്കുന്നു, ആബ്സെന്റിസം എന്ന് പറയുന്ന, പലരും ഗണ്യമായ തോതിൽ ഓഫീസുകളിൽ വരുന്നില്ല. ഈ രണ്ടും നോക്കൂ. ഒന്ന്, കുട്ടികളുടെ കാര്യം, കോളേജ് കുട്ടികളെയാണ് അവിടെ പറഞ്ഞതെങ്കിൽ ഞാനൊരു അധ്യാപകൻ എന്നതിൽ മനസ്സിലാവും. നമ്മുടെ ഒട്ടേറെ അധ്യാപകരൊക്കെ ഇത് കാണുന്നുണ്ടാവും. അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും, കുട്ടികളുടെ ഈ പറയുന്ന രീതിയിലുള്ള പുവർ ടൈം മാനേജ്മെന്റ് കൊണ്ട് അവരുടെ സ്ട്രെസ് കൂടി അവരുടെ ഗ്രേഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് താഴെത്തട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, കോളേജ് മാത്രമല്ല. അങ്ങനെ നോക്കുമ്പോൾ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഈ പുവർ ടൈം മാനേജ്മെന്റ് ഉണ്ടാവുന്നത്. നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് ലോഡ് തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്നറിയോ? ഈ പുവർ ടൈം മാനേജ്മെന്റ് ആണ് പ്രശ്നം എന്ന് കണ്ടെത്തി. ഇതിനെന്താണ് കാരണം? എന്തൊക്കെയാണ് അവിടുത്തെ പുവർ ടൈം മാനേജ്മെന്റ് ഓഫീസുകളിലൊക്കെ ഉണ്ടാവാൻ കാരണം നോക്കാം. അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കൂ. അതിൽ പറയുന്നത് ചാറ്റിംഗ്, ഓഫീസുകളിൽ എത്തിക്കഴിഞ്ഞാൽ ചാറ്റിംഗ് ആണ് 80%. എന്താ ഈ ചാറ്റ് ചെയ്യുന്നത്? ഒന്ന് ഇതായിരിക്കും, എന്താണ് അന്നത്തെ സമകാലിക സംഭവം, എന്തെങ്കിലും എന്തായാലും നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടാവും, അത് ന്യൂസ് ഉണ്ടാവും, ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ, അതങ്ങ് തുടങ്ങും. അത് തുടങ്ങിക്കഴിഞ്ഞത് തീരൂല. അപ്പൊ ഇവന്റെ പ്രവർത്തനം അവിടെ, ഈ കക്ഷിയുടെ പ്രവർത്തനം അവിടെ സ്റ്റോപ്പായി. 80% നമ്മുടെ ടൈം അങ്ങനെ പോകുന്നത്. ടൈം മാനേജ്മെന്റ് ഏറ്റവും വലിയ പ്രശ്നമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റ് പല ഓഫീസുകളിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, മീറ്റിങ്ങുകളാണ്. അതിന് ഓഫീസർ ഒരു മീറ്റിംഗ് വിളിക്കും, അവിടെ വന്ന ഒരു പ്രോപ്പർലി ഒരു മാനേജായ മീറ്റിംഗും ആയിരിക്കില്ല, അവിടെ കുറേ സമയം പോകും. അത് നമ്മുടെ ഈ എംപ്ലോയീസിന് പ്രശ്നമുണ്ടാവും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അധികം പറയുന്നു വേണ്ട, സോഷ്യൽ മീഡിയ. അതിപ്പോൾ പല സ്ഥലങ്ങളും നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഓഫീസ് ടൈമിൽ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കും. ഇതൊന്നും നമ്മൾ അറിയില്ല സമയം പോകുന്നത്. അപ്പൊ 3 കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന്, 80% വെറുതെ വർത്താനം പറഞ്ഞിട്ട് ന്യൂസൊക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മീറ്റിങ്ങുകൾ 60%. ആൻഡ് മൂന്നാമത്തത് 56% ആണ് സോഷ്യൽ മീഡിയയിലെ സമയം പോകുന്നത്. ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒന്ന് ഓരോ ഓഫീസുകളിൽ പോയി നോക്കിയാൽ മതി. ഇപ്പൊ ഞാനൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണല്ലോ, ഒരു അധ്യാപകനോ അതിൽ വരും. ഞങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പ്രേക്ഷകരും മനസ്സിലാക്കണമെന്ന് വിചാരിക്കും. ഈ കോവിഡ് പാൻഡമിക് വന്ന ശേഷം ഭൂരിഭാഗം കമ്പനികളും വർക്ക് അറ്റ് ഹോം എന്നൊരു കൾച്ചറിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോഴത് തുടരുന്നുണ്ട്. അതിന്റെ ഗുണം മനസ്സിലാക്കിയ പല കമ്പനികളും അത് തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. അവിടെയും ഉണ്ട് പ്രശ്നം. അവിടുത്തെ ടൈം മാനേജ്മെന്റ് വിഷയം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വീട്ടിലെ മറ്റുള്ളവർ, അതായത് അച്ഛനാവാം, അമ്മയാവാം, അച്ചാച്ചനാവാം, ഇതൊക്കെ വീട്ടിലുണ്ടാവും, പലരുടെ മക്കളുണ്ടാവും, ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടി വരും. അങ്ങനെ 39% നമ്മുടെ ടൈം നഷ്ടമാവും. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഓൺലൈൻ ആണല്ലോ മുഴുവൻ പരിപാടികൾ. ആ സമയത്ത് ഉണ്ടാവുന്ന യൂട്യൂബ്,
കുറച്ച് കഴിയുമ്പോൾ ഇൻസ്റ്റയിലേക്ക് പോകും, കുറച്ച് കഴിയുമ്പോൾ ഫേസ്ബുക്ക് പോകും. ഇത് നമ്മൾ അറിയ പോലുമില്ല. ഇങ്ങനെ നമ്മളെ സമയം എത്ര പോകുന്നുണ്ട്? ഒരു 31%, 31%. ഇനി മൂന്നാമത്തെ കാര്യം, സ്ത്രീകൾക്കാണെങ്കിൽ കുറച്ചും കൂടെ പ്രശ്നം വരിക. വീട്ടിലെ പാചകം നോക്കണം, ക്ലീനിങ് നോക്കണം, ഇതിനെല്ലാം വേണ്ടി വീട്ടുപണികളൊക്കെ എടുക്കാൻ വേണ്ടി പോകും. അത് എത്ര ശതമാനം അറിയോ? 16%. അപ്പൊ ഈ വർക്ക് അറ്റ് ഹോമിലും ഇതേപോലെ പ്രശ്നമുണ്ട്, ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കേണ്ട വിഷയം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇവിടെ ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ ഒരു ന്യൂസ് ക്ലിപ്പ് കാണാം. അതിലെന്താ പറയാൻ നോക്കൂ. ഒരു ശരാശരി ഇന്ത്യക്കാരൻ, ഒരു ആവറേജ് ഇന്ത്യൻ 194 മിനിറ്റ് ആണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സമയം ചെലവഴിക്കുന്നത്. 194 മിനിറ്റ് എന്ന് പറയുമ്പോൾ വലിയ ഐഡിയ കിട്ടൂല. 3.25 മണിക്കൂർ. ഇനി അത് കുറച്ചുകൂടെ ഞാൻ മനസ്സിലാക്കി തരാം. ആകെ 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങിപ്പോയി, ബാക്കി 8 മണിക്കൂർ മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ 8 മണിക്കൂറാണ് കുറേ കൂടെ ആക്റ്റീവായിട്ട് നമ്മൾ ഉണ്ടാവുന്ന. ആ 8 മണിക്കൂറിൽ 3.25 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ്. ഈ കണക്ക് വളരെ ഗൗരവമാണ്. ഞാനും പ്രേക്ഷകരും ഒക്കെ തന്നെ ഇത് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്നത്തെ ഈ സെഷൻ 3 പാർട്ടുകളായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാർട്ട് നമ്പർ 1, കോഗ്നിറ്റീവ് ലോഡ് ആൻഡ് മൾട്ടി ടാസ്കിംഗ്. പാർട്ട് നമ്പർ 2, ന്യൂറോ സയൻസ് ബിഹൈൻഡ് ടൈം മാനേജ്മെന്റ്. പാർട്ട് നമ്പർ 3, എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് ടെക്നിക്സ്. നമുക്ക് ഇനി വളരെ വിശദമായി കോഗ്നിറ്റീവ് ലോഡ് തിയറി എന്താണെന്ന് നോക്കാം. അതിനുമ്പ് ഒരു ചോദ്യം പ്രേക്ഷകരോടാണ്. ഈ കോഗ്നിറ്റീവ് ലോഡ് തിയറി എന്ന് ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള പ്രേക്ഷകർക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. Please comment below. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. ഭൂരിഭാഗം ആൾക്കാരും അത് കേട്ടിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതൊരു പുതിയ വാക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കുഴപ്പമില്ല. ഈ കോഗ്നിറ്റീവ് ലോഡ് തിയറി 1998 ഉണ്ടാവുന്നത്. ജോൺ സ്വെല്ലർ എന്ന ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആണ് ഈ വാക്ക് ആദ്യമായി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇതിൽ ഗവേഷണം തുടങ്ങിയത്. അത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു പദ്ധതിയായിട്ടാണ് കൊണ്ടുവന്നത്, ഒരു റിസർച്ച് ആയിട്ടാണ് കൊണ്ടുവന്നത്. ഈ കോഗ്നിറ്റീവ് ലോഡ് തിയറി മനസ്സിലാവുന്നതിന് മുമ്പ് നമുക്ക് മെമ്മറിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ആദ്യം വിശദമായിട്ട് പറയാം. നമുക്ക് 3 തരം മെമ്മറി ഉണ്ട്. ഒന്ന് സെൻസറി മെമ്മറി, ഒന്ന് വർക്കിംഗ് മെമ്മറി, ഒന്ന് ലോങ് ടേം മെമ്മറി. ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്ന് സെൻസറി മെമ്മറി, ഒന്ന് വർക്കിംഗ് മെമ്മറി, ഒന്ന് ലോങ് ടേം മെമ്മറി. ഇനി ഓരോന്ന് എന്താണെന്ന് നോക്കാം. സെൻസറി മെമ്മറി, ആ വാക്ക് തന്നെ ഉണ്ട് സെൻസ്. നമുക്കറിയാം, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെ മെമ്മറിയാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു റോസ് നമ്മുടെ മുമ്പിൽ വരുന്നു, അത് നമ്മൾ മണപ്പിക്കുന്നു, അത് സ്മെൽ ചെയ്യുന്നു, അത് നിൽക്കുന്ന സമയം. അല്ല, ഒരു പട്ടിയെ കാണുന്നു, അപ്പോൾ ആ ഒരു ദൃശ്യം ഉണ്ടാകുന്ന സമയം. ഇതൊക്കെ ഒരു 1/2 സെക്കൻഡ്, 0.5 സെക്കൻഡ്, 1/2 സെക്കൻഡേ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. അതാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ഇനിയാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ മെമ്മറി, വർക്കിംഗ് മെമ്മറി. അതായത് 20 സെക്കൻഡ് വരെ നിൽക്കുന്ന മെമ്മറി. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ വരുമ്പോൾ 20 സെക്കൻഡ് വരെ നിൽക്കുമ്പോൾ അതിനെ നമുക്ക് വർക്കിംഗ് മെമ്മറി എന്ന് പറയാം. ഇനി ലോങ് ടേം മെമ്മറി ആ വാക്ക് പോലെ തന്നെ ദീർഘകാലം നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ പഴയ കുട്ടിക്കാലത്തെ പല ഓർമ്മകൾ ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട്. അത് ചിലപ്പോൾ മരണം വരെ ഉണ്ടായെന്ന് വരാം. അതിന് സമയമൊന്നുമില്ല. അത് 1 മാസമാവാം, 1 വർഷമാവാം, എത്ര വർഷമാവാം. അങ്ങനെയുള്ള ലോങ് ടേം മെമ്മറി. ഇവിടെ ഈ കോഗ്നിറ്റീവ് ലോഡ് തിയറി ബന്ധപ്പെടുന്നത് വർക്കിംഗ് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. നമുക്ക് എന്താണ് കോഗ്നിറ്റീവ് ലോഡ് എന്ന് നോക്കാം. ഒരു നിശ്ചിത സമയത്ത് നമ്മുടെ ബ്രെയിനിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ ഈ പറയുന്ന കോഗ്നിറ്റീവ് ലോഡ് എന്ന് പറയുന്നത്. അതൊരു 3 മുതൽ 7 വരെ അത്രേ പറ്റൂ. 3 മുതൽ 7 വരെയുള്ള ഇൻഫർമേഷൻ, പീസ് ഓഫ് ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് അങ്ങനെ സൂക്ഷിക്കാൻ പറ്റൂ. അതാണ് ഈ കോഗ്നിറ്റീവ് ലോഡ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്കൊരു 3 ആയി തിരിക്കാം. ഒന്ന് ഇൻട്രിൻസിക് ലോഡ്, ഒന്ന് എക്സ്ട്രീനിയസ് ലോഡ്, മൂന്നാമത്തത് ജെർമെയിൻ ലോഡ്. ഇനി ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇൻട്രിൻസിക് ലോഡ്. അതായത് ഓരോരാളുടെ ബ്രെയിനും ഒരു പവർ ഉണ്ടാവും, എത്രത്തോളം അത് സൂക്ഷിക്കാൻ പറ്റും. ഒരു ഇൻഫർമേഷൻ സൂക്ഷിക്കുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ വരുമ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ വഴി? അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇനി എക്സ്ട്രീനിയസ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് വിചാരിച്ചതിന് കൂടുതൽ ഒട്ടനവധി ഇൻഫർമേഷൻ ഒന്നിച്ചു വന്നാൽ ഒന്നും നമ്മുടെ ബ്രെയിനിന് സാധിക്കില്ല, ഓർമ്മിക്കാൻ പറ്റില്ല. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത്, ഇനി രണ്ടാമത്തെ ഈ എക്സ്ട്രീനിയസ് ലോഡ് വരുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഓവർവെൽമിങ് ആവും, നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ വരും. ഇനി മൂന്നാമത്താണ് ജെർമെയിൻ ലോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ നേരത്തെയുള്ള പ്രയർ നോളജ്, അതിനെ പുതിയ ഇൻഫർമേഷനായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക, ആ നോളജായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ മാക്സിമം മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള മൂന്നാമത്തെ കാര്യമാണ് ജെർമെയിൻ ലോഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾക്കറിയാം, ആദ്യത്തേൽ നമ്മൾ ഇൻട്രിൻസിക് ലോഡ്, ആ കമ്പ്യൂട്ടറും പുസ്തകങ്ങളും അത് ഒന്നിച്ച് വെക്കുന്നതിന് പകരം സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നു, സിംപ്ലിഫൈഡ്. രണ്ടാമത്തെ ചിത്രം മനസ്സിലാവും, എക്സ്ട്രീനിയസ് ലോഡ്, അതായത് ഒരുപാട് ഇൻഫർമേഷൻ ഒന്നിച്ച് വരുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് നമ്മുടെ നേരത്തെ പറഞ്ഞ ലോങ് ടേം മെമ്മറിയിലെ ഓൾറെഡി ഉള്ള നോളജ്, പ്രയർ നോളജിനെ എങ്ങനെ പുതുതുമായി ബന്ധപ്പെട്ട് ഒന്ന് കണക്ട് ചെയ്യുന്നുള്ള ചിത്രം മനസ്സിലാവും. ഈ 3 കാര്യങ്ങളും ആ ചിത്രത്തിലൂടെ ബോധ്യമാണെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ കോഗ്നിറ്റീവ് ലോഡ് എന്താണെന്ന് പഠിച്ചു. ഇതും ടൈം മാനേജ്മെന്റും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമ്മളൊന്ന് നോക്കണം. നമുക്ക് സ്വാഭാവികമായിട്ടും സംശയമാണ്, എന്ത് ബന്ധമാണ് ഇതിന്, കോഗ്നിറ്റീവ് ലോഡും ടൈം മാനേജ്മെന്റും തമ്മിൽ എന്ത് ബന്ധം? അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ വർക്കിംഗ് മെമ്മറിയിലെ പ്രോസസ്സിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. 3 മുതൽ 7 വരെ ഇൻഫർമേഷൻ മാത്രമേ പ്രോസസ് ചെയ്യാൻ പറ്റൂ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾക്ക് കോഗ്നിറ്റീവ് ലോഡ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ന്യൂറോ സയൻസ് പ്രകാരം അറ്റൻഷൻ കുറയും, അല്ലെങ്കിൽ ഫോക്കസ് കുറയും, അപ്പൊ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പൊ നമ്മളെ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യുന്ന സമയത്ത് അതൊരു ഒപ്റ്റിമൽ ലെവൽ എത്തുകയും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും, അതായത് അറ്റൻഷൻ കൂടുന്നതോടൊപ്പം പ്രൊഡക്ടിവിറ്റി കൂടുകയും ചെയ്യും. ഇതാണ് ഈ കോഗ്നിറ്റീവ് ലോഡും ടൈം മാനേജ്മെന്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറയുന്നത്. ഞാൻ പ്രേക്ഷകരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിൽ എത്ര പേർ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട്, ഇതെങ്ങനെ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് അല്ലെ യൂട്യൂബ് കണ്ടുകൊണ്ടോ ഇൻസ്റ്റാ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടോ ഭക്ഷണം കഴിക്കാറുണ്ട്? മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് യെസ് എന്ന് അല്ലെങ്കിൽ മീ എന്ന് ടൈപ്പ് ചെയ്യുക. രണ്ടും ആയാലും കുഴപ്പമില്ല. സത്യസന്ധമായ ഒരു ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. ഒട്ടേറെ പേർ ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ അടുത്ത 2 ദിവസം മുമ്പേ ഈ വിഷയത്തിലെ റിസർച്ചും റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നതിനിടയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൻ്റെ അടുത്തുള്ള മാത്തിൽ എന്ന് പറയുന്ന ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഞാൻ അങ്ങനെ സ്കൂൾ വിട്ടിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഒരു കാഴ്ച, ഒരു സ്കൂട്ടിയിൽ കുറെ സാധനമൊക്കെ ഉണ്ട്, ഫ്രണ്ടിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കക്ഷി സ്കൂട്ടി ഓടിച്ചോണ്ട് പോവാം, മോശമില്ലാത്ത വേഗതയുണ്ട്. എങ്ങനെ ഓടിക്കുന്നറിയോ? ഇത് നിങ്ങൾ പലപ്പോഴും ഈ രംഗം കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഓടിച്ചോണ്ടിരിക്കുക. ഇയാൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഒരു പിടുത്തമില്ല. അയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഓടിക്കുന്നു. ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഇയാൾക്ക് എന്തെങ്കിലും ഒരു ശ്രദ്ധ, ഒരു എന്തെങ്കിലും പട്ടി കൊടുക്കുകയും ചാടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലും എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഈ പ്രേക്ഷകരോട് ഈ എല്ലാ കാര്യം കൊണ്ട് ചേർത്ത് പറയുന്ന ഒരു കാര്യം എന്താ അറിയാം? ഇതിനാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ബ്രെയിനിന് ഒരു സമയത്ത് ഒന്നേ ചെയ്യാൻ പറ്റും, സിംഗിൾ ടാസ്കേ പറ്റും. അങ്ങനെയാണ് ഈ ബ്രെയിൻ സോഫ്റ്റ്വെയർ. പക്ഷെ നമ്മളതിന് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ ശ്രമിക്കുക, അത് ഒരുപാട് ദൂരവ്യാപകമായ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ചില പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ട് ഇത് ബാധിക്കുന്നതാണ് നമ്മുടെ ഈ പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന, ഞാൻ പലപ്പോഴും പറയുന്ന, നമ്മുടെ ഫോക്കസ് ഉണ്ടാവുന്ന, പ്രോബ്ലം സോൾവിങ് ചെയ്യുന്ന, അറ്റൻഷൻ ഉണ്ടാവുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഭാഗത്തിനെ അത് ഗൗരവമായി ദോഷകരമായി ബാധിക്കും. കാരണം കൃത്യമായ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ ആ സ്കൂട്ടി ഓടിക്കുന്ന ആൾ ഓർമ്മിച്ചാൽ അയാൾക്ക് ഫോക്കസ് ഇല്ല, അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അപ്പം ആ പ്രിഫ്രോണ്ടൽ കോർട്ടക്സിനെ, അതിൻ്റെ പ്രവർത്തനത്തെ അത് വളരെ ദോഷകരമായി ബാധിക്കും. അതാണ് ഒരു കാര്യം. നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മെമ്മറിയെ അതില്ലാതെ റെഡ്യൂസ് യുവർ മെമ്മറി. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്കറിയാം ലോങ് ടേം മെമ്മറിക്ക് നമ്മളെ സഹായിക്കുന്ന ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഒരു ബ്രെയിനിന്റെ ഭാഗമാണ്. ഈ ഹിപ്പോ ക്യാമ്പസിന്റെ പ്രവർത്തനത്തെ ഡിസ്റപ്റ്റ് ചെയ്യും. അതായത് അതിനെ വർക്കിംഗ് മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകേണ്ട ഈ ഹിപ്പോ ക്യാമ്പസിന്റെ പ്രവർത്തനത്തെ അത് ഗുരുതരമായി ദോഷകരമായി ബാധിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് സ്ട്രെസ്സും അതേപോലെ തന്നെ ഫാറ്റിക്, ക്ഷീണവും നമുക്കുണ്ടാകും. അതെന്തുകൊണ്ടാണല്ലോ, നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബ്രെയിനിൽ ഒരു ബദാം, നമ്മുടെ വീട്ടിലൊക്കെയുള്ള ബദാമിനെ പോലുള്ളൊരു സാധനമുണ്ട്, അമിഗ്ഡാല എന്നാ പേര്. ഈ അമിഗ്ഡാലയെ അത് ഒന്ന് ട്രിഗർ ചെയ്യും, അപ്പൊ സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെ സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് അത് നമുക്ക് നമ്മുടെ ബ്രെയിനെ ദോഷകരമായി ബാധിക്കും. ഇങ്ങനെ മൾട്ടി ടാസ്കിങ് കൊണ്ട് നമുക്ക് വളരെ ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാനാണ് ഉദാഹരണ സഹിതം പറഞ്ഞത്. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലേ, മൾട്ടി ടാസ്കിങ് എത്ര പേർ ചെയ്യുന്നുണ്ട്, ഒരേ സമയത്ത് 2 കാര്യം. ഇനി അങ്ങനെ ചെയ്യില്ല, കാരണം അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ബോധ്യപ്പെട്ടുകൊണ്ട്
അതിനി ചെയ്യില്ല എന്ന് തീരുമാനിച്ചവർക്ക് എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ കുറച്ചും കൂടെ സമാധാനമാവും. താങ്ക് യു. എല്ലാവർക്കും ഏതാണ്ട് ഒരു കാര്യം മനസ്സിലായെന്ന് മനസ്സിലാവുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇനി മൾട്ടി ടാസ്കിങ്ങിൽ പോകരുത്. നമുക്കേറി ഈ ടൈം മാനേജ്മെന്റിന്റെ ന്യൂറോ സയൻസിലേക്ക് വളരെ വിശദമായി പോകും. ഞാൻ ഒരു അധ്യാപകനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ വരെ ഞാൻ കണ്ടൊരു കാര്യം, കുട്ടികളെ പരീക്ഷയ്ക്കൊന്ന് കൃത്യമായി, അതായത് ദിവസവും പഠിക്കുന്ന ഒരു ശീലമില്ല. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ച് അവസാനം പരീക്ഷയുടെ തലേന്നാളെത്തുമ്പോൾ ഉറക്കം വിളിച്ചു പഠിക്കുന്ന ഒരു സ്വഭാവം പുതിയ തലമുറയിൽ അത്ര കാണുന്നില്ല, ഗൗരവം അത്ര കാണുന്നില്ല. എങ്കിലും പഴയ തലമുറ അങ്ങനെയായിരുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ ആ കൂട്ടത്തിൽ വരുന്നവരായിട്ട് എടുത്താം. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ഈ മാറ്റിവെച്ച് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രോസസ്, അതിന് ന്യൂറോ സയൻസ് ആണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ബദാം പരിപ്പ് പോലുള്ള അമിഗ്ഡാല ഒന്ന് ട്രിഗർ ആവും. ഈ അമിഗ്ഡാല ട്രിഗർ ആയുമ്പോൾ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാം, ഉടനെ ഹൈപ്പോ തലാമസിലേക്കാണ് അതിന്റെ ഇൻഫർമേഷൻ. ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറിയിൽ നിന്നും അഡ്രിനൽ ഗ്രന്ഥി, അതിനെ HPA ആക്സിസ് എന്ന് പറയും. ഈ ക്രമത്തിലാണ് ഇത് വർക്ക് ചെയ്യുക. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ആൻഡ് അഡ്രിനൽ. അവിടെ നിന്ന് അഡ്രിനൽ എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ നിന്ന് അഡ്രിനാലിനും കോർട്ടിസോളും എന്ന ഈ 2 സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാവും. ഈ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകുമ്പോൾ എന്താ പ്രശ്നം? പരീക്ഷയ്ക്ക് ഒന്നും എഴുതാൻ പറ്റൂല, ആകെപ്പാടെ ചിലപ്പോൾ പരീക്ഷ കംപ്ലീറ്റ് പോലും പല കുട്ടികൾക്കും പറ്റാറില്ല, കുഴഞ്ഞു വീഴുന്നു, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നമ്മുടെ മൂഡിനെ ബാധിക്കുന്നു, നമ്മുടെ മെമ്മറിയെ ബാധിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ വരെ ഈ സ്ട്രെസ് ഹോർമോൺസ് ദോഷകരമായി ബാധിക്കും. നോക്കിയാട്ടെ, ആ ടൈം മാനേജ്മെന്റിന്റെ ഒരു പ്രശ്നം കൊണ്ട് എന്തൊക്കെ ദുരന്തമാണ് ഉണ്ടാകുന്നത് മനസ്സിലായി. ഇതുകൂടാതെ നമ്മുടെ ഈ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം കൊണ്ട് ലിംബിക് ബ്രെയിൻ, നമ്മളെ ലിംബിക് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെടുന്ന നമ്മുടെ അമിഗ്ഡാല, ഹിപ്പോ ക്യാമ്പസ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ബേസൽ ഗാംഗ്ലിയ, ഇതൊക്കെ ചേർന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് മുഴുവൻ തകരാറിലാവുകയും ഫ്രസ്ട്രേഷൻ, നിരാശ, ഇറിറ്റബിലിറ്റി, അസ്വസ്ഥത എന്നിവ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സെൽഫ് എഫിക്കസി, നമ്മുടെ ആത്മവിശ്വാസം പാടെ ചോർന്നു പോകും. ഇങ്ങനെ വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഈ പറഞ്ഞിരിക്കുന്ന ടൈം മാനേജ്മെന്റിന്റെ അഭാവം കൊണ്ട് ബ്രെയിനിൽ ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇംപെയർഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ആണ്. നമ്മൾ നേരത്തെ ഈ വർക്കിംഗ് മെമ്മറിയെ കുറിച്ചും ലോങ് ടേം മെമ്മറിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിയുടെ ഭാഗമാണ് ഈ പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് അല്ലെങ്കിൽ PFC എന്ന് പറയുന്ന ഈ ഭാഗം. ഇത് ഓവർലോഡ് വഴി വലിയ പ്രശ്നത്തിലാവും. അപ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വർക്കിംഗ് മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്കുള്ള പ്രോസസ്സ് നടക്കില്ല. അതായത് വർക്കിംഗ് മെമ്മറി പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ദുരന്തങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, പുവർ ജഡ്ജ്മെന്റ്, കൃത്യമായി ഒന്ന് വിധി നിർണ്ണയിക്കാൻ പറ്റില്ല, അതായത് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ അതിന് മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നത് ഡിക്രീസ്ഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് ഞാൻ ചെയ്യണം എന്ന് പറയുന്ന വിധത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ജഡ്ജ്മെന്റും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം സോൾവിങ് സ്കില്ലിന്റെ കുറവ് നമ്മളെ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രയോറിറ്റൈസേഷൻ ടാസ്ക്, അപ്പോൾ ഒന്ന് ആദ്യം ഏത് ചെയ്യണം, രണ്ടാമത് ഏത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തതിനെ പ്രയോറിറ്റൈസേഷൻ പറയും. ഈ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇതൊക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഇത് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക, ഇംപെയർഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ. നമ്മളൊക്കെ തന്നെ കേൾക്കുന്ന ഒരു പരസ്യമുണ്ട് കേരള ലോട്ടറിയുടെ, നാളെയാണ് നറുക്കെടുപ്പ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചില ഓർമ്മ വരും. നമ്മൾ ഇതേപോലെ എല്ലാം നാളെ എന്ന് മാറ്റി വെച്ചുകൊണ്ടിരിക്കും. മലയാളത്തിൽ ചൊല്ല് തന്നെയുണ്ട്, നാളെ നീളെ, അതെങ്ങനെ നീണ്ടുപോകും. എൻ്റെ ഒരു സ്വഭാവം പണ്ട് ഇങ്ങനെയായിരുന്നു. ഞാൻ അധ്യാപകനാണ്. ഇപ്പോൾ പരീക്ഷാ പേപ്പർ നോക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പം അത് ഇന്ന് വേണ്ട, നാളെ ആവട്ടെ, ഇങ്ങനെ മാറ്റി വെച്ച് അവസാനം വലിയ പ്രശ്നമാവും. ഇങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ട്. പ്രേക്ഷകരോടാണ് ചോദ്യം, ഇത്തരത്തിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മാറ്റിവെക്കുന്ന ശീലം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് മറ്റു വാക്കുണ്ടല്ലോ, പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ മീ എന്ന് ടൈപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നുണ്ട്, തെറ്റൊന്നുമില്ല. കാരണം ഒരു ചങ്കൂറ്റമാണല്ലോ, എനിക്കതുണ്ട് എന്ന് മനസ്സിലാക്കുക. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. ഈ പ്രോക്രാസ്റ്റിനേഷന്റെ, മാറ്റിവെക്കൽ ശീലത്തിന്റെ ഒരു ന്യൂറോ സയൻസ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമുക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നൊരു വാക്കുണ്ട്. പെട്ടെന്ന് നമുക്ക് സന്തോഷം കിട്ടണം. ഇപ്പൊ ഒരു വീഡിയോ കാണും, അപ്പം തന്നെ നമുക്ക് സന്തോഷം കിട്ടും. അപ്പൊ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാവും.
അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അടുത്ത വീഡിയോ കാണാൻ തോന്നും. അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരിക്കും. അപ്പൊ ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ, ഇപ്പൊ പരീക്ഷയ്ക്ക് പാസ്സാവണം അല്ലെങ്കിൽ ഒരു തൊഴിൽ നേടണം, ഇതൊക്കെ കുറച്ച് പണി മെനക്കെടുള്ള കാര്യമാണ്. എന്നിട്ട് മാത്രമേ നമുക്ക് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടൂ. അതിലേക്ക് പോകാൻ ഒട്ടും നമുക്ക് താല്പര്യമില്ല. ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അടിമകളാണ് നമ്മൾ. ഇത് ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം അങ്ങനെ അവ മാറ്റിവെച്ച് പോകുന്നവരുണ്ടാവും. അല്ലെങ്കിൽ പ്രൊഫഷണൽസ് പല മേഖലകളിലും എന്തെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ മാറ്റിവെച്ച് പോകുന്നവരുണ്ടാവും. ഇവർക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാവും, ഈ പ്രോക്രാസ്റ്റിനേഷൻ. അപ്പൊ അതിന്റെ സയൻസ് കൂടെ മനസ്സിലായല്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ലൂപ്പാണ് ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വഴി ഉണ്ടാവുന്നത്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആ ഒരു പോസിറ്റീവ് ലൂപ്പ് ആണെങ്കിൽ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആകുന്ന ഒരു നെഗറ്റീവ് ലൂപ്പാണ് നമ്മുടെ ബ്രെയിൻ ഉണ്ടാവുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ഇതോടൊപ്പം തന്നെ ഒരു പൂർ ടൈം മാനേജ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഡിസ്ട്രാക്ഷൻസ്. ഈ ഡിസ്ട്രാക്ഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അതിന് ന്യൂറോ സയൻസ് ഉണ്ട്. ഈ പെറൈറ്റൽ കോർട്ടക്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് നമ്മുടെ ബ്രെയിനിന്. അതങ്ങ് ഓവർവെൽമിംഗ് ആവും. ഒരുപാട് ഇൻഫർമേഷൻ വരുമ്പോൾ സമയത്ത് അത് ഓവർവെൽമിംഗ് ആവും. അത് നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും. ഇതിന്റെ കൂടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ അറ്റൻഷൻ അഥവാ ഫോക്കസ് അങ്ങ് പോവും. അതോടൊപ്പം തന്നെ മൈൻഡ് വാണ്ടറിങ്, നമ്മുടെ മനസ്സ് എവിടെയൊക്കെയോ ഇങ്ങനെ അലഞ്ഞു തിരിയും. നമുക്കൊരു ലക്ഷ്യത്തിലെത്താൻ പറ്റുകയില്ല. ഇതാണ് ഈ പൂർ ടൈം മാനേജ്മെന്റും ഈ ഡിസ്ട്രാക്ഷനും തമ്മിലുള്ള ബന്ധം. ഇനി നമുക്ക് എഫക്റ്റീവായി ടൈം മാനേജ്മെന്റ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് ചില കുറച്ച് ടെക്നിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തത് ഷെഡ്യൂളിംഗ്. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പല ഗോളുകളുണ്ട്. ഓരോ ദിവസവും നമുക്കൊരു ഗോൾ ഉണ്ട്, ഡെയിലി ഗോൾ എന്ന് പറയും. ഇപ്പോൾ ലോങ് ടേം ഗോൾ ഉണ്ട്, മന്ത്ലി, അങ്ങനെയൊക്കെയുള്ള പല ഗോളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അന്നന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിട്ട, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ആ സംഭവം ഒന്ന് നമ്മൾ ആദ്യമായിട്ടൊന്ന് മനസ്സിൽ കുറിച്ച് വെക്കും. ആദ്യം മനസ്സിലാണ്. അത് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം, എക്സസൈസ് എത്ര ചെയ്യണം, പിന്നെ ബുക്ക് റീഡിങ്ങിന് എത്ര സമയം വേണം, മെഡിറ്റേഷൻ എങ്ങനെ, അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ, അധ്യാപക പരിശീലനം ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫാമിലി ടൈം, അതോടൊപ്പം തന്നെ റിസർച്ചിന് വേണ്ടുന്ന, റെക്കോർഡിങ്ങിന് വേണ്ടുന്ന, ഇതൊക്കെ നമ്മൾ ആദ്യം നമ്മളൊരു മൈൻഡിൽ ഒന്ന് ഫ്രെയിം ചെയ്യും. അതാണ് ഒന്നാമത്തെ ഡെയിലി ഗോൾ എന്ന് പറയുന്നതിൽ. പക്ഷേ രണ്ടാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റൈറ്റ് ഡൗൺ ദ ടാസ്ക്. ഈ പറഞ്ഞതൊക്കെ ഒരു എഴുതി വെക്കുക. ഓരോന്ന് ഇത്ര മണിക്കൂർ ഇത്ര മണിക്ക് ചെയ്ത് എഴുതി വെക്കുന്നത് രണ്ടാമത്തെ, റൈറ്റിംഗ് ദ ടാസ്ക്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിന് എത്രത്തോളം സമയം, അലോട്ട്മെന്റ് ദ ടൈം, എത്ര ടൈം നമ്മൾ അതിന് വേണ്ടി കൊടുക്കണം. റെസ്ട്രിക്റ്റ് ദ ടൈം. അതായത് ഓരോന്നിനും ചില 15 മിനിറ്റ് വേണ്ടതുണ്ടാവും, ചിലപ്പോൾ അരമണിക്കൂർ വേണ്ടതുണ്ടാവും, ചിലപ്പോൾ അത് 1 മണിക്കൂർ വേണ്ടതുണ്ടാവും. അതനുസരിച്ച് അലോട്ടിങ് ദ ടൈം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സ്റ്റേ കമ്മിറ്റഡ്. നമ്മളത് ചെയ്തിരിക്കണം. എല്ലാം 100% ചെയ്യാനാകുമോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാം നമ്മൾ ചെയ്യാനുള്ള ഒരു താല്പര്യം നമ്മളിൽ ഉണ്ടാവുകയും കമ്മിറ്റ്മെന്റോടുകൂടി, അതിന്റെ പെർഫെക്ഷൻ നോക്കണ്ട, അതിന്റെ കമ്മിറ്റ്മെന്റോടുകൂടി അത് ചെയ്യാൻ ശ്രമിക്കുക. അഞ്ചാമത്തത് റിവ്യൂ ആണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഡെയിലി ഗോളുകൾ എഴുതി വെച്ചത്, എത്രയൊക്കെ ചെയ്യാൻ പറ്റി. പലതും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. അത് നമ്മൾ അടുത്ത ദിവസത്തെ പ്ലാനിങ്ങിലേക്ക് മാറ്റും. ഇങ്ങനെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ എഫക്റ്റീവ്നെസ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങൾ കൂടെ ഒന്ന് പ്രാവർത്തികമാക്കാനാണ് ഷെഡ്യൂളിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഒന്നാമത്തത് ഷെഡ്യൂളിങ്. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്നിക്കിലേക്ക് പോകാം. ഐസൻഹോവർ പ്രയോറിറ്റി മാട്രിക്സ് എന്നാണ് അതിന്റെ പേര്. ഐസൻഹോവർ എന്നത് അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയൊരു ടെക്നിക്കാണ് പ്രയോറിറ്റി മാട്രിക്സ് എന്ന്. അതുകൊണ്ടാണ് അതിന്റെ പേര് ഐസൻഹോവർ പ്രയോറിറ്റി മാട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കുറെ ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. ഇനി ഈ ഐസൻഹോവർ പ്രയോറിറ്റി മാട്രിക്സിന് ആവശ്യം ഒരു മെന്റൽ ക്ലാരിറ്റി ലഭിക്കാനാണ്. ആ ടു ഡു ലിസ്റ്റിൽ ഏത് ആദ്യം ചെയ്യണം, പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ പ്രാധാന്യം, ഏത് ആദ്യം ചെയ്യണം, ഏത് രണ്ടാമത് ചെയ്യണം, ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രയോറിറ്റി മാട്രിക്സ് തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുമ്പോൾ അതിന് 4 ക്വാഡ്രൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് ഇമ്പോർട്ടൻ്റ് ആൻഡ് അർജന്റ്, ഏറ്റവും പ്രധാനപ്പെട്ടതും അർജന്റ് ആയ കാര്യങ്ങൾ ഡു എന്ന ഒരു കോളത്തിലേക്ക് വരും. അവിടെ നമ്മൾ ചെയ്തേ പറ്റും, ഫസ്റ്റ് പ്രയോറിറ്റി. രണ്ടാമത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് അർജന്റ്, അത് നമുക്ക് കുറച്ച് മാറ്റി വെക്കാം, ഷെഡ്യൂൾ ചെയ്യാം. അതിന് ഇന്ന് തന്നെ വേണമെന്നില്ല, അത് ഷെഡ്യൂൾ ചെയ്ത് മാറ്റാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ക്വാഡ്രന്റ്. ഇനി മൂന്നാമത്തെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് അർജന്റ്, അതായത് അർജന്റ് ആണ് പക്ഷെ നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. നമ്മുടെ കൂടെ തന്നെ കഴിവുള്ള മറ്റുള്ളവരിലേക്ക് അവർക്ക് ഓരോ ടാസ്ക് നമുക്കൊന്ന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. നാലാമത്തത് നോട്ട് ഇമ്പോർട്ടൻറ്റ് നോട്ട് അർജന്റ്, അത് ഏറ്റവും ലോ ആയിട്ട് പ്രയോറിറ്റി ചെയ്യേണ്ട കാര്യമാണ്. TV കാണലോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉദാഹരണമായിട്ട് പറയാം. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അത് അത്ര പ്രാധാന്യമില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ ക്ലിയർ ആയല്ലോ. നമ്മൾ നേരത്തെ ടു ഡു ലിസ്റ്റ് നമുക്ക് കുറേ എണ്ണം മനസ്സിലേക്ക് കൺഫ്യൂഷൻ വരും. ഇത് ക്ലാരിറ്റി കിട്ടി. ആദ്യം ഇത് ചെയ്യണം, ഡു ഫസ്റ്റ് ചെയ്യാം, പിന്നെ ഷെഡ്യൂൾ, പിന്നെ ഡെലിഗേറ്റ്, പിന്നെ ഡിലീറ്റ്. അപ്പം നമുക്ക് ഈ ഐസൻഹോവർ പ്രയോറിറ്റി മാട്രിക്സിന്റെ പ്രാധാന്യം മനസ്സിലായി. ഇതെല്ലാവരും ചെയ്യാൻ തുടങ്ങാം. ഇവിടെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ.
നമ്മൾ ഒരു ദിവസത്തെ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി നോക്കിയാൽ മനസ്സിലാവും. ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സമയം കളയുന്നത് നോട്ട് ഇമ്പോർട്ടൻറ്റ്, നോട്ട് അർജന്റ്, ഈ നാലാമത്തെ ഈ ഡിലീറ്റ് ചെയ്യേണ്ട ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടാവുക. അതൊന്നും തിരിച്ചറിയാൻ വേണ്ടി കൂടിയാണ് ഞാനിത് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ടെക്നിക്കിലേക്ക് പോകാം. എന്താണെന്നറിയോ? യൂസ് എ ടൈം ബ്ലോക്ക് അപ്രോച്ച്. ഒരു ടൈം ബ്ലോക്കിംഗ് സമീപനം നമ്മൾ ഉണ്ടാക്കും. ഉദാഹരണത്തിന് നമുക്ക് എല്ലാ സമയവും ഒരേപോലെ അല്ല ഉണ്ടാവുക ഊർജ്ജം. അതുകൊണ്ട് 3 തരത്തിൽ നമുക്കിതിനെ ബ്ലോക്ക് ചെയ്യാം. ഒന്നാമത്തത് മോർണിംഗ് ബ്ലോക്ക്, രാവിലെ. രണ്ടാമത്തത് മിഡ് ഡേ ബ്ലോക്ക്. മൂന്നാമത്തത് ആഫ്റ്റർനൂൺ ബ്ലോക്ക്. നമുക്ക് നമ്മുടെ ഊർജ്ജ നിലവാരത്തിനനുസരിച്ചിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെ ഓരോന്നായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. മോർണിംഗ് ബ്ലോക്കിൽ നമുക്ക് ഒരു ബിസിനസ് ആംഗിളിലാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ഉദാഹരണമെല്ലാം ശ്രദ്ധിച്ചോളൂ. ബിസിനസ് സർക്കിളിലെ ഒരു ഉദാഹരണമാണ്. മോർണിംഗ് ബ്ലോക്കിൽ അവരെന്തെല്ലാം ചെയ്യണം? ക്രിയേറ്റീവ് വർക്കുകൾ, പ്രൊജക്റ്റ് വർക്കുകൾ, ഇതൊക്കെ ചെയ്യാൻ പറ്റിയൊരു സമയം അതാണ്. ഇനി രണ്ടാമത് മിഡ് ഡേ ബ്ലോക്ക് എത്തുമ്പോൾ നമ്മുടെ കുറച്ചും കൂടി ഊർജ്ജം കുറഞ്ഞു. ആ സമയത്ത് മീറ്റിംഗ്സ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇനി ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു റിലാക്സ്ഡ് മൂഡായിരിക്കുമല്ലോ ആഫ്റ്റർനൂൺ ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഇമെയിൽ ചെയ്യൽ, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുക, ഇങ്ങനെ വലിയ ഊർജ്ജം വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് മാറും. അപ്പം ഈ ടൈം ബ്ലോക്കിംഗ് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മോർണിംഗ് ബ്ലോക്ക് തന്നെ ചെയ്യാൻ സാധിക്കണം. ഇത് ഓരോരുത്തർക്കും അവരുടെ വ്യക്തിപരമായ ഓരോ ഡ്യൂട്ടി അനുസരിച്ച് മാറ്റാം. കാരണം അതിൻ്റെ പ്രാധാന്യം കൊടുക്കാവുന്നതാണ്. ഇനി നാലാമത്തെ ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ടൈം മാനേജ്മെന്റിന്റെ നാലാമത്തെ ടെക്നിക്ക്, ഇതൊരു ബോണസാണ്. പൊമോഡോറോ ടെക്നിക്ക് എന്നാണ് ഇതിന്റെ പേര്. പൊമോഡോറോ എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റാലിയൻ വേർഡാണ്. അതിന്റെ അർത്ഥം ടൊമാറ്റോ അഥവാ തക്കാളി എന്നാണ്. ഇറ്റാലിയൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും ഓൺടർപ്രണറുമായ ഫ്രാൻസിസ്കോ സിറിലോ ആണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടായൊരു സംഭവം പറയാം. അദ്ദേഹം അടുക്കളയിൽ പോയ സമയത്ത് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇറ്റലിക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട്. അവർ അടുക്കളയിൽ ഒരു തക്കാളിയുടെ ആകൃതിയിലുള്ള, അതാണ് ഈ പൊമോഡോറോ എന്ന വാക്ക്, ഒരു ക്ലോക്ക് വെക്കും. പല പാചകങ്ങൾ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഓരോ 25 മിനിറ്റ് കഴിയുമ്പോഴും ആ ക്ലോക്ക് ഒന്ന് അലാറം അടിക്കും. ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സാധനം ക്ലിക്ക് ചെയ്തു. എന്താണെന്നറിയോ? ഇതെന്റെ പഠനത്തിൽ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാം. അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. 25 മിനിറ്റ് ഞാൻ തുടർച്ചയായി പഠിക്കും, ഒരു ബ്രേക്ക് ഇല്ലാണ്ട് പഠിക്കും. എന്നിട്ട് ഒരു ബ്രേക്ക് എടുക്കും, ഒരു 5 മിനിറ്റ്. വീണ്ടും 25 മിനിറ്റ് പഠിക്കും. ഇങ്ങനെ ഇയാൾ ചെയ്തു നോക്കിയപ്പോൾ ഒരു വലിയ അത്ഭുതം ഉണ്ടായി. അദ്ദേഹത്തിന് ഫോക്കസ് കൂടി, അദ്ദേഹത്തിന് മെമ്മറി കൂടി, അതിൽ പഠിച്ചതിൽ ഓർമ്മിക്കാൻ വന്നു, ഓർമ്മയിലോട് നിൽക്കാൻ തുടങ്ങി. ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇയാൾക്ക് മനസ്സിൽ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൂടാ. അങ്ങനെ അദ്ദേഹം തുടങ്ങിയ ടെക്നിക്കാണ് പൊമോഡോറോ ടെക്നിക്ക്. ഇനി നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇവിടെ വിദ്യാർത്ഥികളുണ്ടാവും, മറ്റ് തൊഴിൽ ചെയ്യുന്നവരുണ്ടാവും, വീട്ടമ്മമാരുണ്ടാവും, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. 25 മിനിറ്റ് തുടർച്ചയായി നമ്മൾ പ്രവർത്തിക്കുക. ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, പഠിക്കലാണ്, പഠിക്കുന്നത്. 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് വീണ്ടും 25 മിനിറ്റ് പഠിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. ഈ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ 5 മിനിറ്റ് അവിടെ ഇരിക്കരുത്. ഒന്ന് എഴുന്നേറ്റ് നടക്കണം, അല്ല അല്പം വെള്ളം കുടിക്കണം. മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 25 മിനിറ്റ് കഴിഞ്ഞ് അങ്ങ് പുറത്തേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വരില്ല. ആ ഒരു പ്രശ്നം ഒഴിവാക്കണം. അത് 5 മിനിറ്റ് മാത്രമേ എനിക്കുള്ളൂ എന്ന് ബോധത്തോടെ വന്നിട്ട് വീണ്ടും 25 മിനിറ്റ് തുടങ്ങണം. ഇങ്ങനെ 4 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ, അതായത് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 4 പ്രാവശ്യമുള്ള 25 മിനിറ്റ്സ് ആണ്. നമുക്കൊരു 15 മിനിറ്റ് റിലാക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സമയം ഗ്യാപ്പ് എടുക്കാം. പിന്നെ വീണ്ടും തുടങ്ങാം. നിങ്ങളുടെ പ്രവർത്തനത്തിനനുസരിച്ചിട്ട് ഈ 25x5 എന്ന് പറഞ്ഞ 25-5 എന്ന് പറയുന്ന ഈ ടെക്നിക്ക് ഉപയോഗിക്കുക. ഇതാണ് പൊമോഡോറോ ടെക്നിക്ക്. ഇത് ഏതൊരു സാധാരണക്കാരനും ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കോൺസെൻട്രേഷനോടെ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റും. 25 മിനിറ്റ്, പിന്നെ 5 മിനിറ്റ് ബ്രേക്ക്. അതാണ് പൊമോഡോറോ ടെക്നിക്ക്. അപ്പം നമ്മൾ ഈ പഠിച്ച 4 ടെക്നിക്കിനെ കുറിച്ച് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ഷെഡ്യൂളിംഗ്, രണ്ടാമത്തത് ഐസൻഹോവർ പ്രയോറിറ്റി മാട്രിക്സ്, മൂന്നാമത്തത് ടൈം ബ്ലോക്കിംഗ് സിസ്റ്റം, 4 പൊമോഡോറോ ടെക്നിക്. ഈ 4ഉം എന്താണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് അതനുസരിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം, അല്ലാതെ കേട്ടുപോയാൽ പോരാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ടൈം മാനേജ്മെന്റിന്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതൊരു ചെറിയ സംഭവമല്ല. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കം നോക്കിയാൽ കോഗ്നിറ്റീവ് ഓവർലോഡും അതോടൊപ്പം മൾട്ടി ടാസ്കിങ്ങും നമ്മൾ മനസ്സിലാക്കി. ഈ ടൈം മാനേജ്മെന്റിന്റെ ന്യൂറോ സയൻസ്, ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമാണ് ന്യൂറോ സയൻസ് മനസ്സിലാക്കി. അത് ചെയ്തിട്ടില്ലെങ്കിലുള്ള ദോഷം നമുക്ക് എന്തൊക്കെയാണ് ബ്രെയിനിന് പറ്റുന്നത് മനസ്സിലായി. അതോടൊപ്പം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന 4 ടെക്നിക്കുകൾ മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കിയാണ് വേണ്ടത്. ഇവിടെ ഞങ്ങൾ മിഷൻ 90 ഡേയ്സ് എന്ന പേരിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതോടൊപ്പം അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്ന ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്.
അതിൽ വരുന്ന കുട്ടികളെ ഞങ്ങൾ ഇത് പഠിപ്പിച്ചപ്പോൾ അവർക്കുണ്ടായ മാറ്റങ്ങൾ ഞങ്ങൾക്ക് ഏറെ പ്രചോദനം നൽകുന്നു. ഈ ടൈം മാനേജ്മെന്റ് ഏതൊരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ, ഒരു വലിയ നിർദ്ദേശം എന്ന് വേണം പറയാം, ഇത് ചെയ്യണം, നമ്മളത് പ്രാവർത്തികമാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും അതോടൊപ്പം ജീവിത വിജയത്തിലേക്കും എത്താൻ ടൈം മാനേജ്മെന്റ് നമ്മളെ സഹായിക്കും. നിങ്ങളത് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ടൈം മാനേജ്മെന്റിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലായി. അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് മനസ്സിലായി. എനിക്ക് നിങ്ങളുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ വിജ്ഞാനം, ഈ അറിവ് പലരും എത്തേണ്ടതില്ലേ? അതിന് നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ടൈം മാനേജ്മെന്റ് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റുകൾ, ഈ വിഷയം പോലും ഞങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ ഒരു കമൻറ്റിലൂടെയാണ്. അതോടൊപ്പം ഞാനിതിന് 4 ടെക്നിക്കുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി കൂടുതൽ ടെക്നിക്കൽ ഉണ്ടാവാം, ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് പ്ലേസ് ചെയ്യും. അത് കൂടുതൽ ആൾക്കാർക്ക് അറിവുണ്ടാകാൻ സഹായിക്കും. ഐ ലവ് ടു റീഡ് ഇറ്റ്. അതോടൊപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തുക. ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ അത് സഹായിക്കും. താങ്ക് യു.